ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ രണ്ടാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ വിവാദങ്ങളിലേക്ക് ചെന്ന് പെടുകയാണ്. ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് പൂജ എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപരീക്ഷയിലെ കണ്ടസ്റ്റന്റ് തന്നെയാണ്. നമുക്കറിയാം, ഈ ഒരു ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ 2 പൂജമാരുണ്ട്. അതിലൊരു പൂജ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ അഗ്നിപരീക്ഷ ടാസ്കിന്റെ ഭാഗമായിട്ട് വിജയിച്ച 20 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയത്. അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു, ഈ പറയുന്ന പൂജയുടെ കൈവശം ആ ഒരു മണിച്ചിത്രത്താഴ് തുറക്കാനുള്ള ക്ലൂ ഉണ്ടായിരുന്നു, താക്കോലുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു താഴ് ജാമായി. അതിന്റെ അടിസ്ഥാനത്തിൽ അത് തുറക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് റെനീഷ റഹ്മാൻ എന്ന് പറയുന്ന ആങ്കർ മറ്റ് മത്സരാർത്ഥികളോട് ചോദിച്ചിട്ട് ആ പെൺകുട്ടിയെ ആദ്യം സെലക്ട് ആയ 20 പേരുടെ പട്ടികയിൽ ചേർത്തിരിക്കുന്നത്. ആ ഒരു ടൈമിൽ തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്ന പൂജയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൈവശം ക്ലൂ ഉണ്ടായിരുന്നു. താക്കോൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു പൂജയ്ക്ക് ആ ഒരു ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്ന പൂജ എന്ന് പറയുന്ന പെൺകുട്ടി. നമുക്കെന്തായാലും ആ ഒരു പൂജ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിലും വന്നു 12 മണിക്ക്, ഇപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അത് മത്സ്യത്തെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറെ പേര് അതാണ്. പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറെ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തിൽ താഴ്ന്നു പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഈ ഒരു ഷ്യാമിന്റെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഈ ഒരു ഷ്യാമാണ് മറ്റേ പൂജയുടെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ വാങ്ങി ആ ഒരു താഴ് തുറക്കാണ്ട് ശ്രമിച്ചത്. അയാൾ കുറെ നേരം ട്രൈ ചെയ്തിട്ട് അത് തുറക്കാൻ പറ്റില്ല, കാരണം ആ താഴ് ജാമായിപ്പോയി. ആ ഒരു സമയത്താണ് മറ്റേ പൂജ മനസ്സിലാക്കുന്നത് ഈ ഷ്യാമ് തന്നെ വഞ്ചിക്കുകയാണെന്നും അത് തുറന്നു കഴിഞ്ഞാൽ അയാളാണ് ലിസ്റ്റിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കി പൂജ അവിടെ കിടന്ന് കരഞ്ഞു. അന്നേരമാണ് റെനീഷ വന്നിട്ട് ആ താക്കോൽ വാങ്ങി മറ്റേ പൂജയുടെയൊക്കെ എടുക്കുന്നതും മറ്റേ പൂജ അത് തുറക്കാണ്ട് ട്രൈ ചെയ്യുന്നതും. അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല, കാരണം ഷ്യാമ് ട്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ ഒരു താഴ് ജാമായിപ്പോയി. അങ്ങനെ ആ പെൺകുട്ടി നിന്ന് കരയുന്നത് കണ്ടുകൊണ്ടാണ് റെനീഷ മറ്റ് മത്സരാർത്ഥികളോട് ചോദിക്കുന്നത്, ഈ പറയുന്ന പൂജയ്ക്ക് ഒരു അവസരം കൊടുത്തുകൂടെ, ആ താഴ് ജാമായി പോയി, അതുകൊണ്ട് നമുക്കൊരു അവസരം കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്ന പൂജ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ പൂജയെ ഈ ഒരു അഗ്നിപരീക്ഷ സെലക്ട് ആയ 20 പേരുടെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും ജഡ്ജസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്നലെ അഗ്നിപരീക്ഷയുടെ 2nd എപ്പിസോഡ് ജിയോ ഹോട്ട്സ്റ്റാറിൽ കണ്ടപ്പോൾ ഈ പറയുന്ന പൂജ ജഡ്ജസിനോട് ഒരു പരാതി പറയുന്നുണ്ട്. ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്ത മറ്റേ പൂജേനെ ഈ ഒരു 20 പേരുടെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചത് ഒട്ടും ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെനീഷ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഉൾപ്പെടെ എല്ലാവരോടും ചോദിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയെ 20 പേരുടെ പട്ടികയിൽ ചേർത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു തർക്കമാകുന്ന സിറ്റുവേഷനിലാണ് രഞ്ജിനി ഹരിദാസ് ഇടപെട്ടുകൊണ്ട് ഒരു അല്പം ഹാർഷായിട്ട് ഈ പെൺകുട്ടിയോട് സംസാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ഗെയിമിൽ ഒന്നും തന്നെ വിജയിക്കാണ്ട് ഈ പറയുന്ന പൂജയ്ക്ക് സാധിച്ചില്ല. ഇവർ നിലവിൽ ഔട്ട് ഹൗസിലാണ്, അതായത് ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ്. നമുക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ് എനിക്ക് ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിന് ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ശരത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ? അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി? കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ, കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്ന, അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ.
സോ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കെതിരെ ഇതിനു മുൻപ് പല ആരോപണങ്ങളും വന്നിട്ടുള്ളതാണ്. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ടാസ്കുകളും മറ്റു കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലരെയും വിജയിപ്പിച്ചെടുക്കുന്നു എന്നുള്ള ആരോപണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കെതിരെ ഇതിനു മുൻപും വന്നിട്ടുള്ളതാണ്. പക്ഷേ ആ ഒരു വേല ഏൽക്കാതെ പോയത് അഖിൽമാരാരുടെ മുന്നിൽ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഇതേ ആരോപണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാലും മറ്റേ ആ ഒരു പൂജ എന്ന് പറയുന്ന പെൺകുട്ടി സെലക്റ്റായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അനുമോൾ 2.0 ആകാണ്ട് ചാൻസ് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. ആ പെൺകുട്ടി കരയാൻ മാത്രമേ അറിയത്തുള്ളൂ. അതൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഇത്രയെല്ലാം കാര്യങ്ങൾ ബോൾഡായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ കൊടുത്ത ഒരു ടാസ്ക് പോലും വിജയിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പൂജ എന്ന് പറയുന്ന പെൺകുട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൂജയോട് പറയാനുള്ളത്, ആദ്യം നല്ല രീതിക്ക് ഗെയിം കളിച്ച് വിജയിച്ചു വാ, എന്നിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക. എന്നാൽ നിങ്ങൾ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ കരയാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തിയില്ല, മറ്റേ പെൺകുട്ടി അത് പ്രയോജനപ്പെടുത്തി. അപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതൊരു റിയാലിറ്റി ഷോയാണ്. ആ ഒരു ഷോയ്ക്കകത്ത് പങ്കെടുക്കുമ്പോൾ ഈ സെന്റിമെന്റലായിട്ടുള്ള മൊമെന്റ്സിന് നല്ല പ്രാധാന്യമുണ്ട്, ആളുകൾക്കിടയിൽ റീച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാമറ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ആവും. അവിടെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. അത് വർക്കൗട്ട് ആകുമ്പോൾ ഒരു പക്ഷേ അവർ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൂടുതൽ ഇടം നേടും. അങ്ങനെ മേ ബി വേണമെങ്കിൽ അവർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താം. വേണ്ടി വന്നാൽ ബിഗ് ബോസിന്റെ കപ്പ് വരെ സ്വന്തമാക്കിയെന്നും വരാം. അതൊക്കെ അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും. പ്രേക്ഷകരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് തരുന്ന ടാസ്ക് കൃത്യമായിട്ട് കളിച്ച് വിജയിക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാവും. ഓക്കെ എന്നാ ബൈ. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നു 12 മണിക്ക്, ഇതിപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അത് മത്സ്യത്തെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറെ പേര് അതാണ്, പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറെ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തെ താഴെന്ന് പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ്, എനിക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ? അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി? കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ അപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ, കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നതെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ.